വർഷം 2017. കാനഡ മിസിസാഗയിലെ ഗ്രീൻ വാലി ഹോസ്പിറ്റലിൽ നടന്ന ഒരു സാധാരണ മെഡിക്കൽ പരിശോധനയ്ക്കെത്തിയത് കാനഡയിൽ IT പ്രൊഫഷണലായി ജോലി ചെയ്തിരുന്ന ശ്രീവിദ്യ എന്ന 30 വയസ്സുകാരി. ഒപ്പം ഭർത്താവ് കേശവ് ചന്ദ്രയും. ബയോപ്സി ചെയ്യാൻ ഡോക്ടർമാരുടെ നിർദ്ദേശം. ഫലം വന്നപ്പോൾ ക്യാൻസറിന്റെ സാധ്യത സ്ഥിരീകരിക്കുന്നു. ഗർഭാശയം നീക്കം ചെയ്യേണ്ടി വന്നേക്കാമെന്ന തരത്തിൽ മുന്നറിയിപ്പ്. മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റിൽ വിദഗ്ധോപദേശം തേടി 2018 ഇരുവരും തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. സ്വാഗതം കാനപ്രൂവ് മൈഗ്രേഷൻ റെക്കോർഡ്സിലേക്ക്. 2015 കാനപ്രൂവിന്റെ കൃത്യമായ ഗൈഡൻസോടെ ശ്രീവിദ്യയും ഭർത്താവ് കേശവും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഏറെ ആഗ്രഹിച്ച് സാക്ഷാത്കരിച്ച കനേഡിയൻ ജീവിതം എന്ന സ്വപ്നം 4 വർഷം പോലും തികയ്ക്കാനായില്ല ഇരുവർക്കും. നാട്ടിൽ തിരിച്ചെത്തിയ അവർ കോയമ്പത്തൂരിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് തുടർന്നു. ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന് കീഴിൽ റെഗുലർ ചെക്കപ്പുകൾ. അതിനിടയിൽ ഹെൽത്ത് കണ്ടീഷനിൽ വീണ്ടും കോംപ്ലിക്കേഷൻസ്. ഒരു ഓപ്പൺ സർജറിക്ക് വിധേയമാകേണ്ടി വന്നു ശ്രീവിദ്യയ്ക്ക്. സർജറി കഴിഞ്ഞ് 2020 കാനഡയിലേക്ക് തിരിച്ചു പറക്കാൻ ഒരുങ്ങിയപ്പോൾ കോവിഡ് ലോക്ക്ഡൌൺ പ്രഖ്യാപനം. 2021 അസുഖബാധിതനായി അച്ഛൻ മരണപ്പെടുന്നു. തുടരെ തടസ്സങ്ങൾ. എന്നിട്ടും കാനഡയിലേക്ക് മടങ്ങിപ്പോകാൻ തന്നെയായിരുന്നു ഇരുവരുടെയും തീരുമാനം. പക്ഷേ അപ്പോഴേക്കും ശ്രീവിദ്യയുടെയും കേശവിന്റെയും കനേഡിയൻ PR കാർഡിന്റെ കാലാവധി അവസാനിച്ചിരുന്നു. ഇനി മുന്നിലുള്ള മാർഗം PR ട്രാവൽ ഡോക്യുമെന്റ് അഥവാ PRTD മാത്രം. അങ്ങനെ 2021 ഒക്ടോബറിൽ അവർ PRTDക്ക് അപ്ലിക്കേഷൻ നൽകുന്നു. PRTD ലഭിക്കണമെങ്കിൽ കാനഡയിൽ ഒരു നിശ്ചിത കാലയളവിലേക്കെങ്കിലും താമസിച്ചിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. അത് പാലിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ അപ്ലിക്കേഷന് മറുപടിയായി എത്തിയത് കനേഡിയൻ ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ പ്രൊസീജിയറൽ ഫെയർനെസ് ലെറ്റർ ആയിരുന്നു. അപ്ലിക്കേഷൻ റിഫ്യൂസലിന് മുൻപായി അപേക്ഷകന് കാരണം ബോധ്യപ്പെടുത്താനുള്ള അവസാനത്തെ അവസരം. എന്തു ചെയ്യണമെന്നറിയാതെ ഇരുവരും വീണ്ടും കാനപ്രൂവിന്റെ സഹായം തേടിയെത്തി. കൺവിൻസിംഗ് ആയ എക്സ്പ്ലനേഷൻസും അനുബന്ധ രേഖകളും ചേർത്ത മറുപടി കാനപ്രൂവിന്റെ ഡോക്യുമെന്റേഷൻ ടീം കനേഡിയൻ ഇമിഗ്രേഷൻ അതോറിറ്റിക്ക് കൈമാറി. കാനപ്രൂവിന്റെ സമയോചിതമായ ഇടപെടൽ ഫലം കണ്ടു. 2022 PRTD അപ്രൂവൽ നേടി ശ്രീവിദ്യയും കേശവും കാനഡയിലേക്ക് പറന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ് ശ്രീവിദ്യയും കേശവും കാനപ്രൂവിന്റെ സഹായവും മാർഗനിർദ്ദേശവും തേടിയെത്തുന്നത്. കാനപ്രൂവിലുള്ള വിശ്വാസമാണ് ഇവരെ ഇതിലേക്ക് നയിച്ചത്. ഈ വിശ്വാസം തന്നെയാണ് കാനപ്രൂവിന്റെ വിജയത്തിന് പിന്നിലെ ഊർജവും കരുത്തും.